സോഡ നാരങ്ങ വെള്ളം 2 എണ്ണം. ഒരു ഉപ്പ് ഒരു സോഡ നാരങ്ങ വെള്ളം ഉപ്പ് പഞ്ചസാര ഇട്ട്. നിനക്ക് എന്നാ വേണ്ടേ? സാധാ അതിന്റെ ടേസ്റ്റിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തോളൂ. എനിക്ക് പേടിക്കണ്ട. താങ്ക് യു. അത് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. കുടിക്കരുത്. ഇതെന്നാ ചെയ്ത് കൊള്ളാം. ഇപ്പോൾ നമ്മളുള്ളത് പഴയ പാമ്പനാറിലാണ്. ഈ വഴി പോയാലും നമുക്ക് ചാർലിക്കുളം എത്താം. അതായത് നമ്മുടെ ചാർലി സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഇല്ലേ, അങ്ങോട്ടാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ലാഡർ സ്കൂൾ എവിടെയാണെന്നാണ് ഞങ്ങൾ ചോദിച്ചു പോകുന്നത്. അത് ചാർലിയിലൊരു മെയിൻ ലൊക്കേഷൻ ആയിരുന്നു. ലാഡർ സ്കൂൾ എവിടെയാ? ഇടത്തോട്ട് പോകണം അല്ലേ? ഇത് പോയാൽ എവിടെ എത്തും? ഏലപ്പാടമാണോ? ഏലപ്പാറ എത്തും. ഓക്കെ. ഒന്നുമില്ല, ആത്മവിശ്വാസം എനിക്കില്ലായൊന്നുമില്ല. Wow! See that മരം? What a beautiful. അങ്ങനെ ചെറിയ ഓഫ് റോഡിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇങ്ങോട്ട് വരരുത്. ചേട്ടാ മറ്റേ ലൊക്കേഷൻ, മറ്റേ ചാർലിയുടെ ലൊക്കേഷൻ നേരെയാണോ? ശരി. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി. നമ്മളിപ്പം നേരെ റൈറ്റിലേക്ക് കയറുമല്ലോ, ലെഫ്റ്റിലേക്ക് കയറുന്ന വഴി കൂടെ പോയേ. അവിടെ ഫുള്ളും മറ്റേ ഉരുളങ്കല്ല് മാത്രം. ഈ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. സോറി എടാ മോനെ, ഈ കുളമൊക്കെ വറ്റി. വെള്ളം വരുമ്പോൾ പൊളിയായിരുന്നു. നീന്തി നോക്കിയാലോ? ഞങ്ങൾ എന്തായാലും കുറച്ച് മുന്നോട്ടങ്ങ് പോയി. ഇതാണ് ചാർലിക്കകത്ത് അവർ പിള്ളേരൊക്കെ നടക്കുന്ന ഒരു ഏരിയ. മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു ഇതുണ്ട്, സ്കൂളുണ്ട്. ഇതിന് മുന്നോട്ട് പോകുമ്പോഴാണോ അത് അപ്പുറത്തേക്കാണോ? Wow, what a landscape.
ആ വെള്ളം കുളം കാണാൻ വേണ്ടി വന്നു. അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോകാൻ വഴിയുണ്ടോ? അവിടെ എന്തായിരിക്കും പ്രൈവറ്റ് ഇതാണോ? ഇതൊന്ന് മാറ്റണേ. അവിടെ പണി പോകുന്ന പരിപാടി. ഇരുമേടുണ്ടോ? ഇത് മൊത്തം മേടാ. ആ ഒരു 2-3 മല മൊത്തം മേടാ. മേടെന്ന് പറയുമ്പോ പേര് വന്നതിന് ഉദ്ദേശമായിരിക്കും. ഈ ഒറ്റക്കൊമ്പനായിട്ടൊക്കെ നടക്കുന്നത്, കൊമ്പൻ തന്നെ നടക്കുന്നതിനൊക്കെ ഉദ്ദേശം അതാ. കൊമ്പൻ കൂട്ടത്തിൽ കാണും. നീ നോക്കിക്കേ, ഇതൊരു ആന ഗ്രൂപ്പിനകത്ത് പോയി നോക്കിക്കേ. നീ ഇപ്പൊ സെർച്ച് ചെയ്ത് നോക്ക്. അത് തിരിക്കല്ലേ അലമ്പ് റോഡാ. റോഡാവും കുടുംബമായിട്ട്. ആ വീഡിയോ ആക്കണം. മുഹൂർത്തങ്ങൾ സെറ്റ്. മോനെ കുട്ടാ, ഇവിടെയല്ലേ നമ്മൾ നിന്നിട്ട്. അയ്യോ സോറി. വഴിയില്ലേ? ഇവിടെയാണോ പൊക്കോണ്ടിരുന്നേ? നേരമായി മെയിൻ റോഡ് എത്തൂലോ അല്ലേ? മെയിൻ റോഡ് ഇവിടെ പോയാലും ലാഡർ സ്കൂളിലെത്താം. അവിടെ ആയിരുന്നല്ലോ ചാർലിയുടെ ഹോൾഡേജ് ഹോമൊക്കെ ഷൂട്ട് ചെയ്തത്. ലാഡർ പഠിത്തമില്ലേ മകളെ? താങ്ക് യു. പഠിത്തമില്ലേ? ആണോ? എന്തോ ചാർലിക്കൂടെ എവിടെയാ മോനെ? ആണോ? ഇവൻ പറഞ്ഞു ഇതുവഴി പോയാൽ മതി. ആണോ? ആ ഇവിടെയും ചാർലി. ആ ആണോ? നിങ്ങൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സൂപ്പർ. ടാറ്റാ ബൈ ബൈ. ടാറ്റാ. കണ്ടോ സ്കൂൾ ഇപ്പം നടക്കുന്നുണ്ടോ? സ്കൂൾ നടക്കുന്നുണ്ടോ? ടാറ്റ. നോട്ട് ചെയ്ത് വെച്ചോ അടുത്ത സ്ഥലം. വരെ പോലെ അമ്മാവൻ്റെ വീട്ടിലേക്ക് കയറുന്ന പോലെ. റോഡ് എവിടെ എത്തിച്ചേരുന്നേ? എങ്ങോട്ട്? ട്രഷറാണോ? നേരെ മെയിൻ റോഡ് എത്തത്തില്ലേ? ആണോ? ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. ആ ഉണ്ടോ? ആഹാ ആണല്ലേ? ആണോ? കുഴി പോവും. ഇതാണ് ഇങ്ങോട്ടുള്ള വഴി.
ഏ ഓ ശരി ശരി. പട്ടി 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 പട്ടി. പിന്നീടാണ് നമുക്കൊരു സ്ഥലത്തെ പറ്റി അറിവ് കിട്ടി. ഇത് കൈലാസഗിരി മലയെ പറ്റി. അടുത്ത ലക്ഷം കൈലാസഗിരി മലയാണ്. അതെ നെല്ലുവാണോ എന്ത് സാധനം അത്? നമ്മളീ പോകുന്ന വഴികളിലെല്ലാം പ്രത്യേകം എന്ന് വെച്ചാൽ ഫുള്ളും തേയിലത്തോട്ടങ്ങളാണ്. എടാ വഴി കൂടെയാണോ നടക്കുന്നത്? ആ അവര് കൂലിപ്പണിക്ക് പോകുന്നതായിരിക്കും നല്ല പ്രായമുള്ളപ്പോഴും, പക്ഷെ അവർക്ക് അത് ഇപ്പോഴും ചെയ്യും ആ മൈൻഡ്. ഇതൊക്കെ അവരുടെ ശീലമാണ്. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ വളരെ മോശമാണ്. ഓഫ് റോഡ് ഓഫ് ആ പാട്ടത്തിന് കൊടുത്താൽ ഒരു സെറ്റപ്പാക്കി. ഇത് കൊള്ളാലോടാ. ഇതെന്തോ സെറ്റപ്പാണല്ലോ. റിസോർട്ടാണോ? വൈകുന്നേരമായെന്ന് തോന്നുന്നല്ലേ? അല്ലേ? സമയം പോയി അറിഞ്ഞില്ലേ? ഒരു ദിവസം ഫുള്ള് എൻഗേജിലായിരുന്നു നമ്മള്. ഫുള്ളും നമ്മളെ. ചേച്ചി കൈലാസഗിരി എങ്ങോട്ടാ? വൈകുന്നേരം അത് അറിഞ്ഞു പോലും. ആ സൗഖ്യമാ? അതെ കുറെ സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്ത് പോയല്ലേ? ലോക്കൽ സ്ഥലം കൊള്ളാല്ലേ? അപ്പൊ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ടെന്റ് അടിക്കാൻ. വാവ് വാട്ട് എ വ്യൂ. ആ റൈറ്റോ ലെഫ്റ്റോ? കൈലാസഗിരി ലെഫ്റ്റ്. അതെ
സൈഡിലേക്ക് അങ്ങനെ നമ്മൾ കൈലാസഗിരി എത്തിയിരിക്കുവാണ്. ശേഷം അടുത്ത വീഡിയോ കാണാം. ചെറുക്കൻ കയറി മുത്തേ സമയമില്ല, പെട്ടെന്ന് പോയിട്ട്